സ്ട്രേറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടിയും സാമൂഹിക പ്രവർത്തകയുമായ ശ്രീമതി ഭാഗ്യലക്ഷ്മിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. സ്ട്രേറ്റ് ലൈനിലേക്ക് സ്വാഗതം ശ്രീമതി ഭാഗ്യലക്ഷ്മി. മുത്തശ്ശി ഗതയ്ക്ക് ശേഷം വീണ്ടും ഒരു സിനിമയിൽ അഭിനയിക്കുന്നതായി കേട്ടു. എന്താണ് അതിൻ്റെ വർത്തമാനങ്ങൾ? അതിലൊരു കലാമണ്ഡലം ടീച്ചറായിട്ടാണ്, ഡാൻസ് ടീച്ചർ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞു എന്നെ കൊണ്ട് ഡാൻസ് ഒന്നും കളിപ്പിക്കരുത്, എനിക്ക് തല്ലിക്കൊന്നാൽ ഡാൻസ് വരില്ല. പക്ഷെ നല്ല ക്യാരക്ടറാണ്. നടൻ ദേവൻ്റെ ഭാര്യയായിട്ട് വരിക്കാശ്ശേരി മനയിൽ ഉള്ളൊരു വലിയ സംഗീതാത്മകമായ ഒരു സബ്ജക്റ്റാണ്, ഒരു സംഗീത കുടുംബം. മുത്തശ്ശി ഗത വലിയ വിജയമായിരുന്നെങ്കിലും പിന്നീടും റോളുകൾ അങ്ങനെ വലിയ രീതിയിൽ സ്വീകരിച്ചിരുന്നില്ല. ഇത് സെലക്റ്റീവ് ആണോ? കുറച്ചൊക്കെ വന്നിരുന്നു, അങ്ങനെ ഒരുപാട് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. എന്നാലും അതിനുശേഷം ഒരു 3-4 ഓഫേഴ്സ് വന്നിരുന്നു. പക്ഷേ ഇങ്ങനെ 2 സീൻ 3 സീനൊന്നും എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പം ഞാനായിട്ട് തന്നെ ഒഴിഞ്ഞു മാറി. പിന്നെ ഇങ്ങനെ എപ്പോഴും സിനിമയിൽ അഭിനയിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതൊന്നും എൻ്റെ ലക്ഷ്യമൊന്നുമല്ല. ഒരു രസം, ഈ ഡബ്ബിങ് കുറേ കാലം ചെയ്തില്ലേ, അപ്പം ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു റോളായിരിക്കും തിരഞ്ഞെടുക്കുന്നത് അല്ലേ? എന്തെങ്കിലും ഒന്ന് ആയിരിക്കണം. അല്ലാതെ ഇങ്ങനെ വെറുതെ കരയുക, പിന്നെ ഇങ്ങനെ വാതിൽപ്പടിയിൽ നിന്നിട്ട് 1-2 ഉത്തരം പറയുക, അതൊന്നും താല്പര്യമില്ല. ഈ അഭിനയിക്കുക എന്നുള്ള ആ ഒരു ജോലി അത് എങ്ങനെയാണ്? അത് വളരെ എളുപ്പമാണോ അതോ പ്രയാസമായിട്ടാണോ തോന്നുന്നത്? ഞാൻ ഇത്രയും കാലം ഡബ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പലപ്പോഴും ഡബ്ബിങ്ങാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അതിൽ ഞാൻ വലിയ മാറ്റമൊന്നും ഞാൻ കാണുന്നില്ല. കാരണം ഒരു ആർട്ടിസ്റ്റ് അഭിനയിക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് സഹായമുണ്ട്. അവരുടെ ചുറ്റുപാടും സ്റ്റാർസ് ഉണ്ട്, കഥാപാത്രങ്ങളല്ലേ, അവരുടെ കൂടെയുള്ള കഥാപാത്രങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്നു, ഗ്ലിസറിൻ ഇടുന്നു, കരയുന്നു, അടി കൊള്ളണമെങ്കിൽ അടിക്കുന്ന മാതിരി അവർ ചെയ്യുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ അവരെ സഹായിക്കുന്നുണ്ട്. ഡബ്ബിംഗ് തിയേറ്ററിൽ അതൊന്നുമില്ല. ഡബ്ബിംഗ് തിയേറ്ററിൽ നമ്മൾ ഇതെല്ലാം സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് അടി കൊണ്ടു, എന്നെ നിലത്തിട്ട് വലിച്ചിഴയ്ക്കുന്നു എന്നൊക്കെ ഞാൻ സങ്കല്പിച്ചുകൊണ്ടാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ ഇത് ചെയ്യുന്നത്. അത്രയും മനസ്സിലൂടെ അഭിനയിച്ചുകൊണ്ടാണ്. മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതെല്ലാം ചെയ്യുകയും വേണം. എന്നാൽ നമ്മൾ മൈക്കിൻ്റെ പൊസിഷൻ വിട്ട് മാറാൻ പാടില്ല, ലിപ്പ് മൂവ്മെൻറ്റ് മാറാൻ പാടില്ല. അവരുടെ എല്ലാ ചലനങ്ങളും ഇങ്ങനെ നമ്മൾ ഫുൾ കോൺസെൻട്രേഷനിൽ നിന്നാണ് അത് ചെയ്യുന്നത്. വേറെ ഒന്നും നമ്മൾ അറിയുന്നില്ല. അതൊക്കെ ശരിക്കും വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ എനിക്ക് മനസ്സിലായത്, വെയിൽ, മഴ, പൊടി, ഇത്രയും നാൾ എയർ കണ്ടീഷൻ സ്റ്റുഡിയോയുടെ ഉള്ളിലിരുന്നിട്ട് പെട്ടെന്ന് അവിടെ ചെന്നപ്പോൾ ഇത് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു, ഈ മണ്ണും പൊടിയും. പിന്നെ മുത്തശ്ശി കഥയൊക്കെ അഭിനയിക്കുമ്പോൾ ഏപ്രിൽ മെയ് വെയില, നല്ല കഠിനമായ ചൂട്. അപ്പോൾ വയലിലും കൂടുതലും പുറത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ബുദ്ധിമുട്ടി. അന്ന് വിചാരിച്ചു വേണ്ട, ഈ പണി നിർത്തിയിട്ട് പോവാം, തിരിച്ചും ഡബ്ബിംഗ് തിയേറ്ററിൽ തന്നെ കയറാം എന്നൊക്കെ തോന്നി. മനോഹരമായ ശബ്ദവും സൗന്ദര്യവും എല്ലാം ഉണ്ടായിട്ടും ആദ്യകാലത്ത് എന്താ ഒരു അഭിനയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? അതായത് കുറേ കാരണങ്ങളുണ്ട്. ഒന്ന്, അന്നത്തെ കാലത്ത് സിനിമ എന്ന് പറയുന്നത് ചിലർക്ക് മാത്രം വിധിക്കപ്പെട്ടൊരു മേഖലയായിരുന്നു. അതായത് അതിനൊരു പ്രത്യേക രീതി, അഭിനയത്തിന് ഒരു പ്രത്യേക അതിഭാവുകത്വമൊക്കെ ഉണ്ടായിരുന്നില്ലേ, അത് കുറേ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്കൊന്നും അങ്ങനെ തല്ലിക്കൊന്നാൽ എനിക്ക് അങ്ങനെ വരുന്നില്ല. അപ്പോൾ ഈ പാട്ടിലൊക്കെ ഇവരൊക്കെ ഇങ്ങനെ അഭിനയിക്കുമ്പോൾ ഞാൻ വേറെ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുന്നത്, എനിക്കത് സാധിക്കില്ല. പൊതുവേ കുട്ടിക്കാലം മുതലേ എനിക്ക് തോന്നുന്നു വളരെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ച് വളർന്നുകൊണ്ട് ഉള്ളിലെവിടെയോ ഒരു ആൺകുട്ടിയുടെ സ്വഭാവമുണ്ട്. നടത്തത്തിലും പെരുമാറ്റത്തിലും ഒരാളോട് സംസാരിക്കുന്നതിലൊക്കെ എന്താ എന്നുള്ളൊരു ഭാവം കുറച്ച് കുറവാണ്. കളിക്കുന്നതും ബോയ്സിൻ്റെ കൂടെയായിരുന്നു, ആൺകുട്ടികളുടെ കൂടെയാണ് ഏറ്റവും അധികം കളിച്ചിരുന്നത്. സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുന്നതൊക്കെ ആൺകുട്ടികളായിരുന്നു. ഒരിക്കലും പെൺകുട്ടികൾ ഫ്രണ്ട്സായി ഇരുന്നിട്ടേ ഇല്ല. വളരെ ഇഷ്ടമായിരുന്നു ഈ ആൺകുട്ടികൾ. ഇന്നും അത് ഏറ്റവും അധികം ആണുങ്ങളാണ് സുഹൃത്തുക്കൾ, പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ. അപ്പോൾ ഒരു പെണ്ണിഷ്നെസ്. അതുകൊണ്ട് ഡാൻസൊക്കെ പഠിക്കാൻ പറയുമ്പോൾ എനിക്ക് തല്ലിക്കൊന്നാൽ എനിക്ക് ഡാൻസ് വരില്ല. അപ്പം ഞാൻ പറയും പാട്ട് പഠിക്കാൻ വേണമെങ്കിൽ പറഞ്ഞോളൂ, വല്യമ്മയോട് പറയുമായിരുന്നു. പക്ഷെ ഡാൻസ് കളിക്കാൻ പറയരുത്. എനിക്ക് ആ ഒരു നളിനം എന്ന് പറയില്ലേ, അത് ഇല്ലായിരുന്നു. അപ്പം എനിക്ക് തോന്നി എന്നെക്കൊണ്ട് അഭിനയിക്കാൻ കൊള്ളില്ല, എനിക്ക് അഭിനയം വരില്ല.
അങ്ങനെ ഞാനായിട്ട് തന്നെ കുറച്ച് സിനിമകളൊക്കെ അഭിനയിച്ച് നമ്മൾ കാണുമല്ലോ. എന്നും ഏത് രീതിയിലും ഡബ്ബിംഗ് ആണെങ്കിലും അഭിനയമാണെങ്കിലും ആസ് എ പേഴ്സണൽ ക്യാരക്ടറാണെങ്കിലും എൻ്റെ പിന്നെ വിമർശക ഞാൻ തന്നെയാണ്. എൻ്റെ എല്ലാ കുറ്റങ്ങളും കുറവുകളും എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ തന്നെ പറയാറുണ്ട്, ഇത് ഞാൻ ചെയ്തത് ഏറ്റവും ബോറാണ്. ഒരു സിനിമ ഡബ് ചെയ്താൽ പോലും ഞാൻ പറയും, അത് സിനിമ പോയി കാണല്ലേ, ഞാൻ ബോറായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറയും. ചിലപ്പോൾ വോയിസ് മാറ്റി ചെയ്യാനൊക്കെ ഒരു ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടാവും. ചില ആർട്ടിസ്റ്റുകൾക്ക് എൻ്റെ വോയിസ് ആപ്റ്റല്ലായിരിക്കാം, പക്ഷേ ഡയറക്ടേഴ്സ് അത് മതി, ചില നിവൃത്തികേട് കൊണ്ട് വേറെ ആളെ കിട്ടാത്തതുകൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളൊക്കെ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു സിനിമ, എനിക്ക് 3 പ്രാവശ്യം അവാർഡ് കിട്ടിയല്ലോ. അതിൽ ഒരു സിനിമ ശരിക്കും കിട്ടിയപ്പോൾ ഞാൻ ഒരു നിമിഷം വിചാരിച്ചു, എന്തിനാണ് എനിക്ക് ഈ അവാർഡ് തന്നത്? ഈ പടത്തിൽ എനിക്ക് അവാർഡ് തരാൻ മാത്രം ഞാൻ ഒന്നും ഡബ് ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ വിമർശിക്കുന്ന ചെയ്യുമ്പോൾ അറിയാം, നമുക്കറിയാം ഇത് നല്ലതാണോ. തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും. അതേസമയം നമ്മൾ വിചാരിക്കും ഇത് ഡെഫിനറ്റ്ലി ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള കഥാപാത്രമാണ്, ഇതിന് അവാർഡ് കിട്ടാൻ സാധ്യതയുള്ളതാ, പക്ഷെ അതിനൊന്നും കിട്ടുകയില്ല. അപ്പം അങ്ങനെ ഒരു നല്ലൊരു വിമർശക ഞാൻ എന്നെ തന്നെ വിമർശിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഒരിക്കലും അഭിനയിക്കാൻ പാടില്ല. നമുക്ക് പറ്റാത്തൊരു പണിക്ക് അതിൻ്റെ പിന്നാലെ നടന്നിട്ട് ഇൻഡസ്ട്രിയെ കുറ്റം പറയുന്നതിൽ ഒരർത്ഥമില്ല. ഇപ്പം ആക്ടിങ് എന്ന് പറയുന്നത് വളരെ ഈസി അല്ലേ. ഇപ്പം എന്തുകൊണ്ട് അഭിനയിക്കുന്നു എന്ന് ചോദിച്ചാൽ അതാണ് ഒരു കാരണം. റിയലിസ്റ്റിക് ആയി. അതെ. ഇപ്പം മുത്തശ്ശി കഥ എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ അഭിനയിക്കുമ്പോൾ അതിൽ ഞാനായിട്ട് തന്നെ ഇങ്ങനെ ഇപ്പം ഞാൻ എന്താണോ അത് തന്നെ. ഇപ്പം ഒരുപാട് പേര് എൻ്റെ അടുത്ത് എങ്ങനെയാണ് ഭാഗ്യച്ചി ഇങ്ങനെ എപ്പോഴും ഹാപ്പി ആയിരിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പം ഞാൻ അവരോട് പറയുന്ന കാര്യങ്ങളാണ് മുത്തശ്ശി കഥയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. സോ അത് ആക്ടിങ് അല്ല, അതെൻ്റെ ഒരു ബേസിക് നേച്ചറാണ്. ഇനി വേറൊരു കഥാപാത്രം വന്നാൽ ഞാൻ എങ്ങനെ ഇരിക്കുന്നു എനിക്കറിയില്ല. ഈ ഡബ്ബിംഗ് എന്ന് പറയുന്ന ഒരു താങ്ക്ലെസ് ജോബാണോ? അതെ. അതായത് നമ്മളൊരാൾക്ക് ശബ്ദം കടം കൊടുക്കുകയാണ്, അതെ, അവരിൽ നിന്ന് ആ ഒരു കടപ്പാട് തിരിച്ചു വരുന്നുണ്ടോ? ഡബ്ബിംഗ് എന്ന് പറയുന്ന സത്യത്തിൽ സിനിമയുടെ ഒരു രഹസ്യമാണ് ഡബ്ബിംഗ് എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു ഡബ്ബിംഗ് ഇന്ത്യയിൽ മാത്രമല്ലേ ഉള്ളൂ, വേറെ ലോകത്ത് ഒരു രാജ്യത്തെ സിനിമകളിലും ഡബ്ബിംഗ് ഇല്ലല്ലോ, നമ്മൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ മമ്മൂക്ക ഒരിക്കൽ പറഞ്ഞിരുന്നു, ഒരിക്കലും ഡബ്ബിംഗ് ഇങ്ങനെ പുറത്താവാൻ പാടില്ലായിരുന്നു, ഡബ്ബിംഗ് സ്വകാര്യമായി തന്നെ വെക്കണമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഇവിടെ എപ്പോഴും ഒരു സിനിമ അഭിനയിച്ചാൽ, ഒരു നടി അല്ലെങ്കിൽ ഒരു നടൻ അഭിനയിച്ചാൽ അതിൽ മറ്റൊരാളുടെ പങ്ക് കൂടി ഉണ്ടെങ്കിൽ, ആസ് എ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് മെയിൽ ഓർ ഫീമെയിൽ, അവരുടെ പങ്ക് കൂടി ഉണ്ടെങ്കിൽ 50-50 ആവുന്നുള്ളൂ. 50% അവരുടെ ആ 50% ഒരാൾക്ക് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കാൻ ഒരിക്കലും ഒരു നടനും ഒരു നടിയും തയ്യാറാവില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഈ സിനിമ കാണുന്ന പ്രേക്ഷകൻ്റെ മുമ്പിൽ അവരിത്തിരി ഒന്ന് താന്നു പോകും. അതുകൊണ്ടാണ് ഡബ്ബ് ചെയ്യുന്ന നടന്മാർ നിലനിൽക്കാത്തത്. നടികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നടന്മാർ, കാരണം ഇവിടെ എപ്പോഴും ഏത് ഭാഷയിലെ ഇന്ത്യൻ സിനിമയിലും ഈ സ്റ്റാർ വാല്യൂ എന്ന് പറയുന്നത് നടന്മാർക്കാണ്, നടികൾക്കല്ല. നടികൾക്ക് അങ്ങനെ ഒരു നടിയുടെ പേരിൽ പടം ബിസിനസ് ആവുന്ന സൗത്ത് ഇന്ത്യയിൽ എവിടെയുണ്ട്? തെലുങ്കിലുണ്ടോ? ഇല്ല. നടിയുടെ പേരിൽ ഇല്ല, അങ്ങനെ ഒന്നില്ല. ആകെ ഇപ്പം തമിഴിൽ നയൻതാരയ്ക്ക് മാർക്കറ്റ് ഉണ്ട് അല്ലേ, അല്ലാതെ ആർക്കാ ഉണ്ടായിട്ടുള്ളത്? അപ്പോൾ ആ ഒരു ഇത് അതിനേക്കാളും തമിഴ്നാട്ടിനേക്കാളും മോശമാണ് മലയാളത്തിലെ അവസ്ഥ. മലയാളത്തിൽ സ്റ്റാർസ് എന്ന് പറയുന്ന മെയിൽ തന്നെയാണ് സ്റ്റാർസ് എന്ന് പറയുന്നത്. ഫീമെയിൽ എന്ന് പറയുന്നത് ഇപ്പോൾ മഞ്ജുവിനൊരു താരപദവിയുണ്ട്. മഞ്ജുവിൻ്റെ സിനിമ എന്ന്, മഞ്ജു വാര്യർ അഭിനയിച്ച സിനിമ എന്ന് പറയുമ്പോൾ ഒരു തിയേറ്റർ വാല്യൂ, തിയേറ്ററുകാർ പടം എടുക്കാൻ വില്ലിങ് ആവും. അതേസമയം അതല്ലാത്തവർക്കാർക്കും അങ്ങനെ ഒരു ഇതില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആണുങ്ങൾ, ഇപ്പം നമ്മൾ നടൻ ശങ്കർ നോക്കൂ, മോഹൻലാലിൻ്റെ ഒപ്പം വന്ന ഒരു ആക്ടറാണ്. ഒരുപാട് അന്ന് അദ്ദേഹം വലിയ സ്റ്റാറായി ഒരുപാട് ഹിറ്റ് സിനിമ ചെയ്തിട്ടുള്ള, പക്ഷേ പുള്ളിക്ക് 2 ലാംഗ്വേജിലും ഡബ്ബിംഗ് ആയിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഈ ഡബ്ബിംഗ് എന്ന് പറയുമ്പോൾ എന്താ പറ്റുന്നത്, അത് സംഭവിക്കുന്നത് എന്താ അറിയോ? ഒരു നടന് വോയിസ് കൊടുക്കുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആ നടന് വേണ്ടി മാത്രമല്ല ഡബ് ചെയ്യുന്നത്, മറ്റു പലർക്കും ഡബ് ചെയ്യുന്നുണ്ട്. അപ്പം നടൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈലില്ലേ, ഒരു ഓൺ സ്റ്റൈൽ. ഇപ്പം മമ്മൂട്ടിക്ക് ഒരു ഓൺ സ്റ്റൈലുണ്ട്, മോഹൻലാലിന് ഒരു ഓൺ സ്റ്റൈൽ, അങ്ങനെ എല്ലാവർക്കും ഉണ്ട് ഓൺ വോയിസ് കൊടുക്കുന്ന
എല്ലാ ആക്ടേഴ്സിനും ഉണ്ട്. അതുകൊണ്ടാണ് അവരെ മിമിക്രി താരങ്ങൾ മിമിക്രി ചെയ്യാൻ പറ്റുന്നത്. ഒരിക്കലും ഡബ് ചെയ്യുന്ന ഒരാളെ മിമിക്രിക്കാർ കോപ്പി ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ 15 പേര് 20 പേര് 30 പേർക്കൊക്കെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ ഒരു നായികയ്ക്ക് മാത്രം ഡബ് ചെയ്തുകൊണ്ടിരുന്നാൽ പറ്റില്ലല്ലോ. ഞാൻ പലർക്ക് വേണ്ടിയും ഡബ് ചെയ്യും. അപ്പം എന്ത് പറ്റും, ഈ നടൻ നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ്. റഹ്മാൻ ഇപ്പോഴാണ് റഹ്മാൻ സ്വന്തമായിട്ട് ഡബ് ചെയ്ത് തുടങ്ങിയത് അല്ലേ? അതുവരെ റഹ്മാന് ഡബിങ് ആയിരുന്നു. ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന സമയത്തെല്ലാം ഡബിങ് ആയിരുന്നു, എല്ലാ ലാംഗ്വേജിലും. ശങ്കർ, റഹ്മാൻ, അതുപോലെ മുമ്പ് ക്യാപ്റ്റൻ രാജുവിന് ഡബിങ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പം അതുകൊണ്ട് ആക്ടേഴ്സ് ഒരിക്കലും ഡബിങ് ആളുകളെ അങ്ങനെ അങ്ങോട്ട് ചൂസ് ചെയ്യില്ല. നടികൾ പക്ഷേ അത് ചെയ്യാൻ നിർബന്ധിതരാകും. നടികൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഷീലാമ്മ, ഭാരതി ചേച്ചി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആകെ അന്ന് ഡബിങ് ഉണ്ടായിരുന്ന ശാരദ അല്ലേ? അപ്പോൾ ഷീലാമ്മയും ജയഭാരതി അന്നത്തെ ഹീറോയിൻസിനുണ്ടായിരുന്നൊരു ഗുണം എന്ന് പറയുന്നത്, അവരൊക്കെ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി സിനിമയിലേക്ക് വന്നവരാ. അതുകൊണ്ട് തന്നെ അവർ കഠിനാധ്വാനം ഒക്കെ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവർക്ക് സിനിമയോടൊരു പാഷൻ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ സിനിമയോട് പാഷനുള്ള നായികമാർ വളരെ കുറച്ചേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ഗ്ലാമറിലാണ് അവർ നോക്കുന്നത്. ഗ്ലാമർ, അവർക്ക് കിട്ടുന്ന പ്രശസ്തി, പണം. ഇപ്പോൾ ഒരു പടം സൂപ്പർ ഹിറ്റായി അല്ലെങ്കിൽ വലിയ സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഗൾഫ് പ്രോഗ്രാംസായി, ഉദ്ഘാടനങ്ങളായി, വരുമാനം ഇങ്ങനെ കൂടുകയല്ലേ. അന്ന് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ നായികമാർ കുറച്ചു കാലം വരും, അഭിനയിക്കും. ഇപ്പം 3000-ലേറെ അല്ലെ 4000-ഓളം കഥാപാത്രങ്ങൾക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മലയാളത്തിൽ തന്നെ ശോഭന, ഉർവശി ആദ്യഘട്ടത്തിലൊക്കെ അങ്ങനെ പ്രശസ്തരായിട്ടുള്ള എല്ലാ നടിമാർക്കും ആരോടെങ്കിലും നമ്മുടെ ഒരു സ്വരവുമായി താതാത്മ്യം പ്രാപിക്കുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ തോന്നുന്നു, അതോ എപ്പോഴും വേറിട്ട് നമ്മുടെ ജോലി വന്ന് ചെയ്തിട്ട് പോകുന്നു എന്നുള്ളതാണോ? അല്ല, നമുക്കൊരു വളരെ കംഫർട്ടബിളായിട്ട് തോന്നില്ലേ? അങ്ങനെയുള്ള നമുക്കൊരു ടെൻഷനൊന്നും ഇല്ലാതെ ശോഭന വളരെ കംഫർട്ടബിളാണ്. എനിക്കറിയാം ശോഭനയൊക്കെ ഇപ്പോൾ കണ്ണടച്ച് ഡബ് ചെയ്താലും കറക്റ്റായിരിക്കും. അത് എടുത്തങ്ങോട്ട് ഒട്ടിച്ചാൽ മതി. രേവതി തന്നെ പറയാറ് നമ്മളുടെ വോയിസ് തമ്മിൽ നല്ല റിസംബ്ലൻസ് ഉണ്ട് എന്ന്. ഊർവശി അങ്ങനെ, പിന്നെ പാർവതിയുടെയൊക്കെ ചെയ്യുന്ന സമയത്ത്. അതല്ലാത്തതൊക്കെ കുറച്ച് ചിലവർക്കൊന്നും ഇപ്പം ഗീതു മോഹൻദാസിന് ഡബ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും എൻ്റെ വോയിസ് അവർക്ക് ആപ്റ്റല്ല. വാണി വിശ്വനാഥിന് എൻ്റെ വോയിസ് ആപ്റ്റല്ല. പിന്നെ ചിലർക്കൊക്കെ ആപ്റ്റ് ആക്കാൻ വേണ്ടി ഒരു മെനക്കേടൊക്കെ കുറച്ച് നേരം ഇരുന്ന് മെനക്കെടും. മമ്മൂട്ടി ഡബ്ബിങ് രഹസ്യമാക്കി വെക്കണമെന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ടൊരു ചോദ്യം ചോദിക്കുക. അതായത് ഭാഗ്യലക്ഷ്മി ഡബ്ബിങ്ങിലെ ഒരു വലിയ താരമായി മാറിയപ്പോൾ ആൾക്കാരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് തുടങ്ങി. അത് പക്ഷേ അന്നേരം ഇപ്പോൾ ഒരു സിനിമയിൽ ഇപ്പം ഒരു നടി വന്ന് ഡയലോഗ് പറയുമ്പോഴോ ഇത് ഭാഗ്യലക്ഷ്മിയുടെ സ്വരമാണ് എന്ന് ആൾക്കാർ തിരിച്ചറിഞ്ഞത് ഒരു പക്ഷേ നല്ലതാണോ? നല്ലതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ആവർത്തന വിരസത എന്ന് തോന്നാം. എങ്കിലും ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ അഭിമുഖങ്ങളിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, മദ്രാസിലായിരുന്ന സമയത്ത് നമ്മൾ എന്ത് ജോലിക്ക് പോകുന്നു എന്നതിനെക്കുറിച്ച് സമൂഹം അന്വേഷിക്കില്ല. അവരെ സംബന്ധിച്ച് എല്ലാവരും ജോലിക്ക് പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയത്, ഞങ്ങൾ താമസിച്ച കോടമ്പക്കം എന്ന് പറയുന്ന ഏരിയയിൽ, ഞങ്ങൾ താമസിച്ചതിൻ്റെ അപ്പുറത്തെ സ്ട്രീറ്റാണ് മസൂദി സ്ട്രീറ്റ്. ആ സ്ട്രീറ്റിലാണ് സിനിമയുടെ സകല ജൂനിയർ ആർട്ടിസ്റ്റുകളും താമസിക്കുന്നത്. ഇപ്പം എനിക്കറിയില്ല, അന്ന് അങ്ങനെയായിരുന്നു. അപ്പം നമ്മൾ ആ റോഡിൽ കൂടി, നമുക്ക് മെയിൻ റോഡ് കയറണമെങ്കിൽ അതൊരു ഇടവഴിയായിരുന്നു. ആ റോഡിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഏതോ സിനിമ സെറ്റിൽ കൂടെയാണോ നടക്കുന്നത്. കാരണം സ്ഥിരം സിനിമയിൽ കാണുന്ന ഈ കൊച്ചു 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 കഥാപാത്രങ്ങളൊക്കെ ഇല്ലേ, കടയിൽ നിൽക്കുക, പിന്നെ ഉത്സവ പറമ്പിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ, അവരൊക്കെ അവിടെ നിന്ന് പല്ല് തേക്കുന്നുണ്ടാവും, പാത്രം കഴുകുന്നുണ്ടാവും, മുറ്റം അടിച്ചു വാരുന്നുണ്ടാവും. ആദ്യമൊക്കെ എനിക്കത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അതിങ്ങനെ അയ്യോ ഇവരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവരെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ നോക്കി നടക്കാം. പക്ഷെ ഒരിക്കലും അവരൊരു ജൂനിയർ ആർട്ടിസ്റ്റാണെന്നോ അവർക്ക് സിനിമയിൽ വലിയ വാല്യൂ ഇല്ലെന്നോ ഒന്നും ആരും വിമർശിച്ചിട്ടോ പരിഹസിച്ചിട്ടോ ഇല്ല. ഞാൻ താമസിച്ച തൊട്ടടുത്തൊരു ക്യാബ്ര ഡാൻസർ, എൻ്റെ നെയ്ബർ ഒരു ക്യാബ്ര ഡാൻസറായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് ISRO ഉദ്യോഗസ്ഥനായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് കളക്ടറേറ്റിലെ പിന്നെ ഒരു ഉദ്യോഗസ്ഥയായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് വടപളനി അമ്പലത്തിലെ പൂജാരിയായിരുന്നു. പക്ഷെ നമ്മളാരും തന്നെ ISRO ഉദ്യോഗസ്ഥൻ ഞാൻ ക്യാബ്ര ഡാൻസുകാരുടെ അടുത്ത് താമസിക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവരുടെ വിഷയമല്ല. ഈവൻ എന്നെ ഏറ്റവും എൻ്റെ മനസ്സിനെ സ്പർശിച്ച ഒരു വിഷയമാണ്,
അന്ന് അതായത് ക്യാബറ ഡാൻസർ രാത്രി അവർ ഡാൻസ് കളിക്കാൻ പോകുമ്പോൾ ഈ കുഞ്ഞിനെ ഞങ്ങളെല്ലാവരും മാറി മാറിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. നമ്മുടെ കേരളത്തിൽ ചിന്തിക്കാൻ പറ്റുമോ? അതെ അതെ. അവർക്ക് വീട് കൊടുക്കില്ലെന്ന് മാത്രമല്ല, അവരെ പുച്ഛിച്ച്, അവരെ ദ്രോഹിച്ച്, അവരെ ഇനി എന്തെല്ലാം സാമൂഹിക വിരുദ്ധർ എന്ന് സദാചാര വിരുദ്ധർ എന്ന് പറയുന്നവർ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നാണ്, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ കേരളത്തിലേക്ക് വന്നത്. ഇവിടെ വന്നപ്പോൾ പേടിച്ചു പോയി. കാരണം എല്ലാവരെയും സംശയ കണ്ണോടുകൂടെ എല്ലാവർക്കും മാർക്ക് ഇടുന്നവരാണ്. സത്യ എല്ലാവരെയും സംശയ കണ്ണോടുകൂടെ. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് കള്ളപ്പണമായിരിക്കും, നമ്മൾ ഇത്തിരി കാണാൻ നല്ല അത് മേക്കപ്പ് ആയിരിക്കും. ഇതിങ്ങനെ നമ്മളെ എങ്ങനെ വിമർശിക്കാം അല്ലേ? ഇങ്ങനെ വിമർശിച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ ഈ ഡബ്ബിങ്ങിന് പോകുമ്പോൾ നമ്മളെ ആരും അറിയുന്നില്ല. എന്ത് ജോലിക്കാണ് പോകുന്നത്? എത്രയോ പിന്നെ മെഡ്രാസിലൊക്കെ ഇന്ന് രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തിരിച്ച് വീട്ടിലെത്തുന്നത് പിറ്റേ ദിവസം രാവിലെ 4 മണിക്കായിരിക്കും. അപ്പം നമ്മൾ 4 മണിക്ക് കാറിൽ ഇറങ്ങി ഇങ്ങനെ ടയേർഡായിട്ട് വരുമ്പോൾ ഈ മുറ്റം അടിച്ച് വരിക ഇവിടുത്തെ പട്ടത്തി, ഞങ്ങളുടെ അടുത്തടുത്ത കുറേ പട്ടന്മാരുടെ ഏരിയ. അപ്പോൾ ഈ ബ്രാഹ്മിൺ സ്ത്രീകളിങ്ങനെ അയ്യോ നേരത്തേക്ക് കാലയിൽ പോയിട്ട് ഇപ്പതാൻ വരിയാമാ, സീക്കിരം കുളിച്ചിട്ട് സാപ്പിട്ടിട്ട് പടുത്ത് തൂങ്ക്, ഇങ്ങനെ പറയുള്ളൂ. അന്ന് അതിൻ്റെ വാല്യൂ അറിഞ്ഞിരുന്നില്ല കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മൾ ഇതേപോലെ രാത്രി ഡബ്ബിങ് കഴിഞ്ഞിട്ട് 12 മണി 1 മണിക്ക് വരുമ്പോൾ ഇന്നലെ പോയിട്ട് രാത്രി 12 മണിക്ക്, അപ്പോൾ നമ്മളെന്തോ ഒരു സംശയത്തിൻ്റെ കണ്ണിലൂടെ നോക്കുക, എന്തോ വൃത്തികെട്ട ഒരു പിന്നെ പരിപാടിക്ക് പോയിട്ട് വരുന്ന മാതിരിയുള്ള, എന്നിട്ട് നമ്മളെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ കമൻ്റ് അടിക്കുക, പുച്ഛിക്കുക. പോട്ടെ, ഞാൻ എൻ്റെ കാറിൽ പോകുന്നു, എൻ്റെ കാറിൽ തിരിച്ചു വരുന്നു. എനിക്ക് 85 ഒക്കെ 85ലാണ് ഞാൻ തിരുവനന്തപുരത്ത് വരുന്നത്. അപ്പോൾ 85ലൊക്കെ ഞാൻ കുറച്ച് സാമ്പത്തികമായിട്ട് ഇത്തിരി ഭദ്രതയായി, എനിക്ക് വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എത്രയോ ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ പോലീസുകാരൊക്കെ വഴിയിൽ തടഞ്ഞു നിർത്തി മറ്റു പല ഇതിലൊക്കെ അന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പിടിക്കില്ലേ വഴിയിലൊക്കെ. പ്രത്യേകിച്ച് തിരുവല്ലം എന്ന് പറയുന്ന ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഒരു വിജനമായ സ്ഥലമാണ്. അന്ന് ആ വഴി ബസ് പോലും ഇല്ല. അപ്പോൾ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്തതാ. തീർച്ചയായിട്ടും അങ്ങനെ ഇത് ഇന്ന ആളുടെ ശബ്ദമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് സമൂഹത്തിൽ കിട്ടുന്ന ഒരു സുരക്ഷിതത്വം ഉണ്ടായി. ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് അതിലൂടെ ഒരു അന്തസ്സും തീർച്ചയായിട്ടും ആ സുരക്ഷിതത്വത്തെ കുറിച്ച് ഒരു പക്ഷേ മമ്മൂക്കയ്ക്കോ അല്ലെങ്കിൽ വലിയ സ്റ്റാർസിന് അത് അറിയില്ല. അത് അനുഭവിച്ച സ്ത്രീകൾക്ക് മാത്രമേ അതറിയൂ. ഒരുപാട് മാനസിക പീഡനം പല ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളും അനുഭവിച്ചിട്ടുണ്ട്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റിലെ താരമാണ്, നടിയാണ്. പക്ഷേ സമൂഹത്തിലെ അനീതികൾക്കെതിരെ അതിശക്തമായി പ്രതികരിക്കുന്ന ആളെന്ന നിലയിലാണ് മലയാളികൾക്ക് ഭാഗ്യലക്ഷ്മിയോട് ഇപ്പോൾ കൂടുതൽ ഇഷ്ടം. എനിക്ക് അത്ഭുതം തോന്നും. ഇപ്പം ഞാൻ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ അമ്പലത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ മുൻപത്തെ, ഇപ്പം എപ്പോഴും മീഡിയയിലാണല്ലോ എല്ലാവരും പറയല്ലേ 24 മണിക്കൂർ വാർത്തയിലിരിക്കുന്നതാണെന്ന്. ഈ തർക്കിക്കലാണല്ലോ, തർക്കിക്കാൻ പണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓടി വരും സ്ത്രീകളൊക്കെ, ഇങ്ങനെ ഓടി വന്നിട്ട് പറയും, ഓ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ടല്ലോ. അപ്പോൾ ഇവരെന്നെ ആർട്ടിസ്റ്റായിട്ടോ ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ടോ ഒന്നുമല്ല ഇവർ കാണുന്നത്. അവർ കാണുന്നത് ഒരു എന്തോ ഒരു അനീതിക്ക് എതിരെ സംസാരിക്കാൻ ഒരു സ്ത്രീയുണ്ട്. കാരണം എനിക്ക് പാർട്ടിയില്ല, എനിക്ക് വേറെ ഗൂഢലക്ഷ്യങ്ങളില്ല, ഒന്നുമില്ല. അപ്പോൾ ആ ഒരു ട്രസ്റ്റ്, ഒരു വിശ്വാസം വല്ലാതെ ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ സന്തോഷമുണ്ട്. പക്ഷെ നമ്മൾ ഈ പ്രതികരിച്ചിട്ട് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഒരു ഊർജ്ജവും സമയവും വേസ്റ്റായിപ്പോയി അല്ലെങ്കിൽ പാഴായിപ്പോയെന്ന് തോന്നാറുണ്ടോ? ഇല്ല, അങ്ങനെ പറയാൻ പാടില്ല. കാരണം നമ്മൾ ഓരോരുത്തരും സമൂഹത്തിൽ നടക്കുന്ന നന്മകൾ നമുക്ക് സ്വീകരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തിന്മയ്ക്കെതിരെ നമുക്ക് പ്രതികരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം നമ്മളെല്ലാവരും ചേരുന്നതാണ് സമൂഹം. ഈ നാടിൻ്റെ നന്മ തിന്മ എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലാണ് അല്ലേ? അവൻ അവിടെ അന്യായം കാണിച്ചോട്ടെ, എനിക്കെന്താ, ഞാൻ സേഫാണല്ലോ എന്ന് വിചാരിച്ചാൽ ആ 1 2 ആ 3 അതേസമയം നമ്മൾ ഒരാൾ നീ ചെയ്യുന്ന തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് തിന്മയ്ക്കെതിരെ നമ്മളെല്ലാവരും, ഞാൻ പ്രത്യേകിച്ച് കലാകാരന്മാർ നിർബന്ധമായിട്ടും പ്രതികരിക്കണം. കാരണം കലാകാരന്മാരാണ് ശരിക്കും ഈ സിനിമയിൽ കാണിക്കുന്നത് ഒരു പരിധിവരെ ആളുകളുടെ ഉള്ളിലൊക്കെ കയറുന്നുണ്ട്, ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നായകൻ അതിമാനുഷികത കാണിക്കുന്ന ഒരു നായകൻ അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ജനം വിശ്വസിക്കുന്നത് അല്ലേ? അതല്ലാതെ വരുമ്പോഴാണ്
ഈ പറയുന്ന ഇപ്പോൾ നമ്മുടെ ഇടയിലുണ്ടായ ഈ ഒരു ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ ഇത്രയധികം വിമർശനം കേൾക്കേണ്ടി വന്നത് അതുകൊണ്ടാണ്. എനിക്ക് അതിൽ ഏറ്റവും സന്തോഷം തോന്നിയത് പൃഥ്വിരാജിൻ്റെ ഒരു ഭാവം ഉണ്ടല്ലോ, ഒരു റിയൽ ലൈഫിലും സിനിമയിൽ കാണുന്ന അതേ മുഖമായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത്. അപ്പോൾ അത് ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ വിശ്വാസമാണ്.